Hi guys, Samsung Galaxy S21 FE പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് വിച്ച് ഈസ് ഓഫ് 1 March 2024 ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല. ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. പിന്നെ വലിയ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ആവാൻ വഴിയില്ല, ബിക്കോസ് 237 MB ഉള്ള വലിയ അപ്ഡേറ്റ് ഒന്നുമല്ല. പിന്നെ പ്രീവിയസ് അപ്ഡേറ്റിൽ എനിക്ക് കുറേ ബഗ്സ് കാണാൻ കിട്ടിയിരുന്നു, വിച്ച് ഈസ് ഇവിടെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ നോർമൽ ടാസ്ക് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ സാംസങ് കീബോർഡ് ഇടയ്ക്കിടയ്ക്ക് പോപ്പപ്പ് ആവും. ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സാപ്പിൽ വല്ലതും മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യാൻ വെച്ചാൽ ഗൂഗിൾ കീബോർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ കീബോർഡിൽ വല്ലതും ടൈപ്പ് ചെയ്യാൻ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി സാംസങ്ങിൻ്റെ കീബോർഡ് പോപ്പപ്പ് ആവും. പിന്നെ പറയും സാംസങ് കീബോർഡ് ഈസ് നോട്ട് വർക്കിംഗ്. പിന്നെ നമ്മൾ ഫോർ സ്റ്റോപ്പ് വല്ലതും ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ടെലിഫോട്ടോ ലെൻസ് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ അത്ര നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ടായില്ല. ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ബാറ്ററി ലൈഫിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ, അതോ ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ടോ ബാറ്ററി ലൈഫ്, അതേമാതിരി ഹീറ്റിംഗ് ഇഷ്യൂ കുറഞ്ഞിട്ടുണ്ടോ, അതേമാതിരി സാംസങ്ങിൻ്റെ കീബോർഡിൻ്റെ ഇഷ്യൂ മാറിയിട്ടുണ്ടോ, ടെലിഫോട്ടോ ലെൻസ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടോ, അതോ ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ടോ, എല്ലാം ഞാൻ ഒരു 2-3 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്